വായന മരിക്കുന്നു എന്ന പല്ലവി പല കോണുകളിൽ നിന്നും ഉയരുമ്പോഴും വായന മരിക്കുന്നില്ല എന്ന് തെളിയിക്കുകയാണ് ഈസ്റ്റലേരി പഞ്ചായത്ത് ലൈബ്രറി കൗൺസിൽ വായനശാല നേതൃസമിതി നടപ്പിലാക്കുന്ന അവധിക്കാല വായന ചലഞ്ച്. പഞ്ചായത്തിലെ 13 വായനശാലകളിലൂടെയും നടപ്പിലാക്കുന്ന പദ്ധതിയിൽ 400 വിദ്യാർത്ഥികളാണ് പേര് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. ചില ബന്ധങ്ങൾ പവിത്രമാണ്. കണ്ണും നിറയും മനസ്സും നിറയും. സ്വന്തം ജോസ്കോ ജ്വല്ലേഴ്സ്. ഇനി സംശുദ്ധമായ സ്വർണം ചെറുപുഴയിൽ. അക്ഷരങ്ങളെയും അറിവുകളെയും കണ്ടറിയുന്ന വായന മരിക്കുന്നില്ല, ജീവിക്കുകയാണ് എന്ന സന്ദേശമുയർത്തി ഈസ്റ്റലേരി പഞ്ചായത്ത് ലൈബ്രറി കൗൺസിൽ നേതൃസമിതി പഞ്ചായത്തിലെ 13 വായനശാലകളിലൂടെ അവധിക്കാല വായനാ ചലഞ്ച് നടപ്പിലാക്കിയാണ് വേറിട്ട വായനാ മാതൃക തീർത്തത്. കഴിഞ്ഞ മാസം 30-ന് ആരംഭിച്ച ചലഞ്ചിൽ പഞ്ചായത്തിലെ 400 വിദ്യാർത്ഥികളാണ് തങ്ങളുടെ പേര് രജിസ്റ്റർ ചെയ്തത്. 20, 30, 50 എന്നിങ്ങനെ ഗോൾഡൻ, പ്ലാറ്റിനം, ഡയമണ്ട് എന്നീ ചലഞ്ചുകളിലൂടെയാണ് വിദ്യാർത്ഥികൾ വായനാമധുരം നുണയാനെത്തിയത്. മെയ് 31-ന് അവസാനിക്കുന്ന വായനാ ചലഞ്ചിലെ വിജയികൾക്കെല്ലാം സർട്ടിഫിക്കറ്റുകളും സമ്മാനങ്ങളും നൽകും. വായനാ ചലഞ്ച് 2 ആഴ്ച പിന്നിട്ടപ്പോഴേക്കും തന്നെ കമ്പല്ലൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ 7ാം ക്ലാസ്സുകാരിയായ ദിയ MT 55 പുസ്തകങ്ങൾ വായിച്ച് ആസ്വാദനം തയ്യാറാക്കി ആദ്യ വിജയിയായി തീർന്നു. ദിയയുടെ സഹോദരി മിയയും നല്ല വായനക്കാരിയാണ്. വെള്ളരിക്കുണ്ട് പോലീസ് സ്റ്റേഷനിലെ സീനിയർ സിവിൽ പോലീസ് ഓഫീസർ മധു TRന്റെയും പ്രിയയുടെയും മകളാണ് ദിയ. വായന ചലഞ്ചിൽ 3 ആഴ്ച കൊണ്ട് 50 പുസ്തകങ്ങൾ വായിച്ച് ആസ്വാദനം തയ്യാറാക്കിയാണ് ചെറുപുഴ സെന്റ് മേരീസ് ഹൈസ്കൂളിലെ 9ാം ക്ലാസ് വിദ്യാർത്ഥിനി ദേവനന്ദ KV ചലഞ്ച് പൂർത്തിയാക്കിയത്. ആയന്നൂർ യുവശക്തി പബ്ലിക് ലൈബ്രറിയിലെ മികച്ച വായനക്കാരിയാണ് ദേവനന്ദ. സഹോദരി അനാമികയും നല്ല വായനക്കാരിയാണ്. 22 പുസ്തകങ്ങൾ വായിച്ച് അനാമികയും ഗോൾഡൻ ചലഞ്ച് പൂർത്തിയാക്കി കഴിഞ്ഞു. പയ്യന്നൂർ KSRTCയിലെ ഡ്രൈവർ KV മധുവിൻ്റെയും ഇറിഗേഷൻ വകുപ്പ് ജീവനക്കാരി സിന്ധു KBയുടെയും മകളാണിവർ. 51 പുസ്തകങ്ങൾ വായിച്ചാണ് ചെറുപുഴ JMUP സ്കൂളിലെ നന്ദന ഷിജു ചലഞ്ച് പൂർത്തിയാക്കിയത്. ആയന്നൂർ വായനശാലയിലെ മികച്ച വായനക്കാരിയാണ് നന്ദന. ആയന്നൂരിലെ ഷിജു KM, ഷൈനി എന്നിവരുടെ മകളാണ്. ഞാൻ എഴുതിയ 35ാമത്തെ ആസ്വാദനക്കുറിപ്പാണിത്. ഞാൻ വായിച്ച പുസ്തകത്തിൻ്റെ പേരാണ് ലച്ചുവിൻ്റെ കുഞ്ഞുടുപ്പ്. ഇതിലെ കഥകൾ വളരെ മനോഹരമാണ്. ഈ പുസ്തകത്തിലെ കഥകൾ മാത്രമല്ല, ഈ പുസ്തകം തന്നെ വളരെയധികം മനോഹരമാണ്. കുട്ടികൾക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിലാണ് പുസ്തകം എഴുതിയിരിക്കുന്നത്. ഈ പുസ്തകത്തിൽ 11 കഥകളുണ്ട്. ഈ പുസ്തകം കുട്ടികൾക്ക് വേണ്ടി എഴുതിയ നോവലാണ്. ഈ പുസ്തകം എഴുതിയത് എഴുത്തുകാരിയും ടീച്ചറുമായ പ്രേമജ ഹരിജനാണ്. വിദ്യാരംഗം കലാസാഹിത്യ മത്സരങ്ങളിൽ വിവിധ അധ്യാപക സാഹിത്യ മത്സരങ്ങളിൽ ജേതാവായിട്ടുണ്ട്. അത് വായിച്ചു കഴിഞ്ഞാൽ അതിന് എന്തൊക്കെയാ വരയ്ക്കുന്നത്. അപ്പോൾ ഞാൻ അധികം വലിയ കഥയൊന്നും വായിക്കാറില്ല. ചില സമയത്ത് തോന്നുമ്പോൾ വായിക്കും. അപ്പോൾ അതിൽ നിന്ന് കിട്ടുന്നതെല്ലാം ആസ്വാദനം എഴുതുന്ന പോലെ തന്നെയാണ് ഈ കഥയ്ക്കുണ്ട്. അതിൽ കുറേ കഥകളുണ്ട്. അതിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട വണ്ടി വഴിക്കുന്ന ഒരു കാട്ടിൽ വേനൽക്കാലമായതുകൊണ്ട് എല്ലാ കുഞ്ഞുമൃഗങ്ങളും ആ കാട് വിട്ടു പോകാൻ തീരുമാനിച്ചു. അപ്പോൾ മൃഗരാജന് ആ മൃഗങ്ങളെല്ലാം പോയ മൃഗരാജന് ഭക്ഷണത്തിന് മൃഗങ്ങളൊന്നും ഉണ്ടാവില്ല. വായനാ ചലഞ്ചിനൊപ്പം അവധിക്കാല വായനശാലയൊരുക്കിയാണ് ആയന്നൂർ യുവശക്തി വായനശാല വിദ്യാർത്ഥികൾക്ക് പുസ്തകക്കൂട്ടൊരുക്കുന്നത്. പുസ്തക വിതരണം, ക്ലാസിഫിക്കേഷൻ, ഡാറ്റ എൻട്രി, പ്രതിമാസ പരിപാടികൾ, ബാലവേദി പ്രവർത്തനങ്ങൾ എന്നിവയും ഇവിടെ വിദ്യാർത്ഥികളുടെ നേതൃത്വത്തിലാണ് നടത്തുന്നത്. Be a little master in 2 months. Summer Smart Vacation Programs 2024. ഈ അവധിക്കാലം അറിവിനോടൊപ്പം ആനന്ദകരമാക്കാം റോബോട്ടിക്സ് കോഴ്സിലൂടെ. അവധിക്കാല കോഴ്സുകൾ: റോബോട്ടിക്സ്, കിഡ്സ് പാക്കേജ്, മൈക്രോസോഫ്റ്റ് വിൻഡോസ് ആൻഡ് മൈക്രോസോഫ്റ്റ് ഓഫീസ്, ജൂനിയർ ഡിസൈനർ, ജൂനിയർ ആനിമേറ്റർ, ജൂനിയർ ഹാർഡ്വെയർ എഞ്ചിനീയർ, ജൂനിയർ നെറ്റ്വർക്ക് എഞ്ചിനീയർ, പ്രോഗ്രാമിംഗ് പാക്കേജസ്, സ്പോക്കൺ ഇംഗ്ലീഷ്. ഈ അവധിക്കാലം ശ്രീ ശങ്കരാചാര്യയോടൊപ്പം.